കർത്താവിൽ അനുഗ്രഹീതരെ, ഇന്ന് നാം സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് രഹസ്യ ശിഷ്യനായി കടന്നു വരുന്ന നിക്കോദിമോസുമായുള്ള യേശുക്രിസ്തുവിന്റെ ഒരു സംവാദമാണ്. ഇത് ഒന്നാമത് വരുന്നു. രണ്ടാമത്, ഇന്ന് വൈകുന്നേരം മുതലുള്ള പ്രാർത്ഥനകളും നാളെ മുതലുള്ള സവിശേഷമായ ഉപവാസവും നോമ്പ് എന്നീ അനുഷ്ഠാനങ്ങളും 3 നോമ്പിലേക്ക് നമ്മെ നയിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച എല്ലാ വൈദികരെയും, വാങ്ങിപ്പോയ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, മേൽപ്പട്ടക്കാർ, പട്ടക്കാർ, ഷമ്മാശന്മാർ എന്നിങ്ങനെയുള്ള വൈദിക സംഘം മുഴുവനെയും നമ്മൾ ഓർക്കുകയും അതിനടുത്തു വരുന്ന ഞായറാഴ്ച എല്ലാ പരേതരെയും പ്രത്യേകമായി നമ്മൾ ഓർത്തുകൊണ്ട് അതിനടുത്തു വരുന്ന ഞായറാഴ്ച മുതൽ നമ്മൾ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയുമാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഇന്ന് 3 നോമ്പിന്റെ തുടക്ക ഞായറാഴ്ചയായി കാണാവുന്നതാണ്. നോമ്പ് നാളെ മുതൽ മാത്രമേ 3 ദിവസത്തേക്ക് ഉണ്ടാവുന്നുള്ളൂ, ഉപവാസവും നോമ്പും. എന്നാൽ നോമ്പിന് തൊട്ടു മുമ്പ് വരുന്ന അതിന്റെ തുടക്ക ഞായറാഴ്ചയായി ഇന്നേ ദിവസം നമുക്ക് കാണാവുന്നതാണ്. 3 നോമ്പിന് തുടക്കമായി വരുന്ന ഈ ഞായറാഴ്ചയിലെ പ്രത്യേകമായ ചിന്തയും ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗത്തു നിന്ന് കർത്താവ് നിക്കോദിമോസിനോട് ആവശ്യപ്പെടുന്ന പ്രത്യേകമായ കാര്യവും നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് കർത്താവിൽ ശരണപ്പെട്ട് ഞാൻ ചിന്തിക്കുകയാണ്. നിക്കോദിമോസ് രാത്രിയിലാണ് കർത്താവിന്റെ അടുക്കൽ വരുന്നത്. പരസ്യമായി വരുവാനുള്ള തന്റെ ഇടം അദ്ദേഹം കാണിക്കുന്നില്ല. പക്ഷേ വളരെയധികം ആത്മാർത്ഥതയും യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ഒരു ധാരണയും പൂർണ്ണമായും യേശുക്രിസ്തുവിനോട് വിശ്വസ്തത പുലർത്തുന്ന ഒരാളുമായിരുന്നു. പക്ഷേ അത് പരസ്യമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ പറയുവാനുള്ള ഒരു കൽപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുമില്ല. ഈ ഒരു അവസ്ഥയിൽ മറ്റ് 12 ശിഷ്യന്മാരും വനിതകളായ ഏതാനും ശിഷ്യകളും യേശുക്രിസ്തുവിന്റെ ഗലീലായിൽ നിന്ന് യഹൂദ്യ വരെയുള്ള പരശുശ്രൂഷയുടെ ഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ അനുഗമിച്ച് ആ പരിമിതികളിലും പ്രയാസങ്ങളിലും ചിലപ്പോൾ പട്ടിണിയിലും എന്നാൽ യേശുക്രിസ്തുവിനോടുള്ള പൂർണ്ണമായ വിശ്വാസവും ആശ്രയവും അത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അവനെ അനുഗമിച്ച ഒരു സമൂഹമുണ്ട്. 12 പേരും ഏതാനും ശിഷ്യകളും കർത്താവിന് അങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ഒരു കഥാപാത്രം നിക്കോദിമോസിനോട് കർത്താവ് പറയുകയാണ്, കുഞ്ഞേ, നിനക്ക് എന്നോടുള്ള സാധാരണ ഭാഷയിൽ അതൊന്ന് വിടർത്തി ചിന്തിക്കുകയാണ്. കുഞ്ഞേ, ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. നിന്റെ ഈ ഭക്തിയും നിന്റെ എന്നോടുള്ള സ്നേഹവും ആദരവും മാത്രമല്ല,
നീ ഒരു വലിയ ആളാണ്, ദൈവപുത്രനാണ്, ദൈവ സാന്നിധ്യമുള്ള ആളാണ്. അല്ലാതെ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാൻ എങ്ങനെ സാധിക്കും? നിന്നിൽ ഞാൻ ദൈവ സാന്നിധ്യം കാണുകയാണ് എന്ന് നിക്കോദെമോസ് ക്രിസ്തുവിനോട് പറയുമ്പോൾ ഒരു കാര്യം നിക്കോദെമോസ് പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ സത്യമായും നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. വീണ്ടും പറയുകയാ, നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല. കർത്താവ് നിക്കോദെമോസിനോട് പറയുന്ന ഒരേ ആശയത്തിന്റെ രണ്ട് പ്രയോഗങ്ങളാണ് ശ്രദ്ധേയം. നീ പുതുതായി ജനിക്കണം. യു ഷുഡ് ബി ബോൺ എന്യൂ. രണ്ടാമത് പറയുന്നത് യു ഷുഡ് ബി ബോൺ അഗൈൻ. നീ പുതുതായി ജനിക്കേണ്ടതുണ്ട്, നീ വീണ്ടും ജനിക്കേണ്ടതുണ്ട്. ഇത് സൂചിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. നിന്റെ ജീവിതം പഴകിപ്പോയി, അത് പുതുക്കപ്പെടണം. മുഷിഞ്ഞുപോയി എങ്കിൽ അത് കഴുകി വെണ്മയാക്കപ്പെടണം. വെണ്മയാക്കപ്പെടേണ്ടതിന് കഴുകുവാൻ നിന്നെ തന്നെ നീ വിട്ടുകൊടുക്കണം. നീ ജനിച്ചതാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന്. പക്ഷെ യേശു ക്രിസ്തുവിൽ ദൈവരാജ്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കണമെങ്കിൽ നീ വീണ്ടും ജനിച്ച് മതിയാവുകയുള്ളൂ എന്ന ശക്തമായ താക്കീത്, ശക്തമായ ഒരു സൂചന, ശക്തമായ ഒരു തിരുത്തൽ എന്നൊക്കെ നമുക്കതിനെ വിളിക്കാൻ സാധിക്കും. എന്നാൽ ഇതുവരെ നിക്കോദെമോസ് ആ കാര്യം അറിയാമെങ്കിലും അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഭക്തിയും ഒരു സ്നേഹവും ആദരവും കുഞ്ഞെ അതുകൊണ്ട് മാത്രമാകുന്നില്ല. ദൈവത്തെ കാണാൻ നീ പള്ളിയിൽ വരുന്നു, മറ്റുള്ളവരോടൊപ്പം വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, കൂട്ടായ്മകളിൽ സംബന്ധിക്കുന്നു. നിനക്ക് എന്നോട് ഭക്തിയും സ്നേഹവും ഉണ്ട്. പക്ഷേ നീ നിന്റെ ജീവിതത്തിൽ പുതുക്കം പ്രാപിച്ചവനാണോ, പുതുക്കം പ്രാപിച്ചവളാണോ? പുതുക്കത്തിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സമർപ്പണത്തിന്റെ ആഴമായ തലത്തിലേക്ക് നീ ഇപ്പോഴും ഉൾപ്രവേശിച്ചിട്ടുണ്ടോ? ആ ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ നീ യഥാർത്ഥത്തിൽ നിന്റെ ജീവിതത്തെ പുനഃക്രമീകരിച്ചിട്ടുണ്ടോ? യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് നന്ന്. യെശയ്യാ പ്രവാചകൻ കർത്താവിന്റെ വചനം ജനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ നിങ്ങളുടെ കൈകളെ കഴുകി വെടിപ്പാക്കുകയും, കാരണം അത് പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അപരാധത്തിന്റെ രക്തം കൊണ്ട് പങ്കിലമായിരിക്കുന്നു. നീ നിന്നെ തന്നെ കഴുകി വെടിപ്പാക്കണം. ഉൾമുറിയിൽ, പാചകശാലയിൽ, പാചകമുറിയിൽ അമ്മ മുറ്റത്ത് ചെളിയിൽ കളിക്കുന്ന കുഞ്ഞിനു വേണ്ടിയാ പലഹാരമുണ്ടാക്കുന്നത്. അതിന്റെ മണമറിഞ്ഞ് കുഞ്ഞ് അടുക്കളയിലേക്ക് ഓടി വന്ന് അവന്റെ കരങ്ങൾ വിടർത്തി അപ്പം തരൂ, പ്രിയപ്പെട്ട പലഹാരം എനിക്ക് തരൂ എന്ന് പറഞ്ഞ് കൈ വിടർത്തുമ്പോൾ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മ കുഞ്ഞിനു വേണ്ടി തയ്യാറാക്കുന്ന പലഹാരം ആ കൈകളിൽ വെച്ച് കൊടുക്കുമോ?
അമ്മ പറയും, പോയി നിന്റെ കൈകൾ കഴുകിക്കൊണ്ടുവാ, ഞാൻ നിനക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്, നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ആ സ്നേഹത്തെ പ്രതിയാണ്, അതിന് നിനക്ക് വേണ്ടി മാത്രമാണ് ഈ വിശിഷ്ടമായ പലഹാരം, വിശിഷ്ടമായ സമ്മാനം, വിശിഷ്ടമായ അനുഗ്രഹം ഞാൻ ഒരുക്കുന്നതെന്ന് കർത്താവ് നമ്മളോട് പറയുകയാണ്. പക്ഷേ നിവർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കൈകളിൽ എനിക്ക് വിളമ്പാനാവില്ല, അതുകൊണ്ട് നീ കൈകൾ കഴുകി വെടിപ്പാക്കുകയും, യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, നീ പോയി നിങ്ങളുടെ കൈകളെ വെടിപ്പാക്കുകയും, മാനസാന്തരപ്പെട്ടാൽ ഈ മലിനമായ വസ്ത്രം ഹിമം പോലെ വെളുക്കും. രക്തപങ്കിലമായിരിക്കുന്ന ഈ വസ്ത്രം ഹിമം പോലെ, പഞ്ഞുപോലെ ആകർഷണീയവും നിർമ്മലവുമായി മാറും എന്നാണ് പറയുന്നത്. ഇതൊരു ദൈവം നമുക്ക് തരുന്ന ശക്തമായ താക്കീതാണ്. നീ പുതുതായി ജനിച്ചിട്ടുള്ള അനുഭവത്തിലാണോ ഇന്ന് നിന്റെ ജീവിതം? വീണ്ടും ജനനത്തിന്റെ പുതുക്കത്തിലാണോ നിന്റെ ജീവിത ക്രമീകരണം എന്ന് ശക്തമായി ചോദിക്കുന്നുണ്ട്. നാളെ മുതൽ വരുന്ന 3 ദിവസങ്ങൾ ശാന്തമായി ദൈവതിരുസന്നിധിയിൽ ചെലവഴിക്കുവാൻ സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ചോദ്യം? കുഞ്ഞേ, നീ വെള്ളത്തിലും ആത്മാവിലും പുതുതായി ജനിച്ചിട്ടുള്ള ആ അവസ്ഥയിലാണോ നിന്റെ ജീവിതം? വീണ്ടും ജനനത്തിന്റെ പുതുക്കത്തിലാണോ നിന്റെ ജീവിതം? എന്റെ ജീവിതം എന്ന് ശാന്തമായി ദൈവാഭിമുഖമായി ഇരുന്നു കൊണ്ട് ചിന്തിക്കുവാൻ ഈ 3 ദിവസം മാറ്റിവെക്കണം എന്ന് സഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ 3 നോമ്പിന്റെ പിമ്പിൽ പല തരത്തിലുള്ള കഥകളുണ്ട്. 3 നോമ്പ് ആവിർഭവിക്കുന്നതിന്റെ പശ്ചാത്തലം ഒരു വലിയ ശിക്ഷ വരാൻ പോകുന്നു. ആ ശിക്ഷയിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ നീ ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടെ വന്ന് നിന്റെ മുഴങ്കാലുകളെ മുടക്കി, കൈകൾ കഴുകി വെടിപ്പാക്കി, നിന്റെ കരങ്ങൾ ദൈവസന്നിധിയിൽ നിവർത്തിപ്പിടിച്ച്, നിന്റെ ഉള്ളത്തെ ദൈവതിരുസന്നിധിയിൽ സംശുദ്ധീകരിച്ച്, കണ്ണുകളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തോട് പൊറുതി ചോദിക്കണം. കുറവുകൾ വന്നിട്ടുള്ള എന്നോട് പൊറുക്കണമേ തമ്പുരാനെ എന്ന് അവനോട് കരഞ്ഞ് അപേക്ഷിക്കണം. ഹോശയ്യാ പ്രവചനം 14-ാം അധ്യായം ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ പറയുന്നത് പോലെ അവൻ തന്നെ സൗഖ്യമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലേ, നിന്റെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ എന്ന ആഹ്വാനം 1-ാം വാക്യത്തിൽ കൊടുത്ത ശേഷം തുടർന്ന് പറയുകയാ, അങ്ങനെ നീ അനുതാപവാക്യങ്ങളോടുകൂടെ ദൈവതിരുസന്നിധിയിലേക്ക് നീ മടങ്ങി വരുമെങ്കിൽ ഞാൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. എന്ത് രോഗമാണ്? ശാരീരിക രോഗം സംബന്ധിച്ചല്ല യഹോവയായ ദൈവം ഹോശയ്യായിലൂടെ പറയുന്നത്. യു നീഡ് ഇന്നർ ഹീലിംഗ്. ആന്തരികമായ സൗഖ്യം നിനക്ക് ആവശ്യമുണ്ട് കുഞ്ഞെ. ഛിന്ന ഭിന്നമായി പോകുന്ന വിചാരങ്ങളുണ്ട്, വികൃതികളുണ്ട്, സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, മറച്ചു വെച്ചിരിക്കുന്ന, ഒരിക്കലും ദൈവസന്നിധിയിൽ പോലും തുറന്ന് അനുദപിക്കാൻ വിസമ്മതിക്കുന്ന കൊച്ചു കൊച്ച് നിന്റേതു മാത്രം എന്ന് കരുതുന്ന ചില ദുഷ്പ്രവണതകൾ നീ സൂക്ഷിച്ചു പോകുന്നുണ്ടോ? അനുതാപവാക്യങ്ങളോടുകൂടെ കർത്താവേ, ഞങ്ങളോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം എന്ന് ഹൃദയപൂർവമായി അനുദപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നീ ദൈവതിരുസന്നിധിയിൽ നീ അടിയറ പറയുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തെ കർത്താവ് സൗഖ്യം തന്നെ അനുഗ്രഹിക്കും. അതേ തുടർന്ന് പല അനുഗ്രഹങ്ങളും നിനക്ക് വരുമെന്ന്
ഹോശേയ പ്രവചനം 14-ാം അധ്യായം, ചെറിയ അധ്യായം, അത് വായിക്കേണ്ടതുണ്ട്. മൂന്ന് നോമ്പിന്റെ അവസരം, യോന ദീർഘദർശിയുടെ പുസ്തകവും ഹോശേയ പ്രവചനം കുറഞ്ഞപക്ഷം 14-ാം ഏറ്റവും മുകളിലത്തെ അധ്യായവും നമ്മൾ വായിക്കുന്നത്, സവിശേഷമായി വായിക്കുന്നത് നന്നായിരിക്കും. കർത്താവ് നിക്കോദിമോസിനെ നോക്കി പറയും, അവൻ ആരായിരുന്നു? അവൻ പരീശനായിരുന്നു. 1. 2, അവൻ പ്രമാണിയായിരുന്നു. അവൻ പരീശനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മതവിധികളെല്ലാം, മതപ്രകാരമുള്ള വിധികളെല്ലാം, ചെയ്യേണ്ടവയെല്ലാം നിഷ്കർഷമായി ചെയ്യുന്നയാളായിരുന്നു. വചനം വായിക്കുന്നയാളായിരുന്നു, പഠിക്കുന്നയാളായിരുന്നു, പ്രബോധിപ്പിക്കുന്നയാളായിരുന്നു. ലോകത്തിന് മുമ്പിൽ അവൻ യുവാവുമായിരുന്നിരിക്കണം. അങ്ങനെ സമൂഹത്തിൽ മതപരമായും സമൂഹത്തിൽ പൊതുവേയും സ്വീകാര്യനായ നിക്കോദിമോസിനോട് പറയുക, കുഞ്ഞെ, ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ നീ ഈ വൻകാര്യങ്ങളെ ഒക്കെ ചെയ്യുന്നത് ദൈവത്തിൽ നിന്നല്ലാതെ, ദൈവത്തിൽ നിന്ന് വരുന്ന ഒരാളല്ലാതെ ഇതിന് ചെയ്യാൻ കഴിയുകയില്ല. അതൊക്കെ അംഗീകരിക്കുന്നു. നീ നിന്നെ തന്നെ നോക്കൂ, നിന്റെ അകമേ നീ പരിശോധിക്കൂ. നീ പുതുക്കം പ്രാപിച്ച ജീവിതത്തിലാണോ ഇപ്പോഴത്തെ നിന്റെ പോക്ക്? വീണ്ടും ജനനത്തിന്റെ പുതുക്കത്തിലാണോ നിന്റെ നടപടിക്രമം? അങ്ങനെ പരിശോധിച്ച് ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് തയ്യാറാകുവാനാണ് നിക്കോദിമോസിനോട് പറയുന്നത്. അതിനുവേണ്ടി നീ വീണ്ടും ജനിക്കണം. നീ വെള്ളത്തിലും ആത്മാവിലും സ്നാനം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളോ നമ്മൾ സ്നാനം സ്വീകരിച്ചവരല്ലേ, പുതുക്കം പ്രാപിച്ചവരല്ലേ, വീണ്ടും ജനിച്ചവരല്ലേ? അവിടെയാണ് നിക്കോദിമോസിനോട് പറയുന്ന ഈ പ്രബോധനത്തിന് ഇന്നത്തെ പ്രാധാന്യം. ഈ കാലഘട്ടത്തിൽ ഇന്ന് നമ്മളോട് ദൈവം എന്ത് സംസാരിക്കുന്നു? ഈ വർഷവും 3 നോമ്പിന്റെ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ ഈ ദേവാലയത്തിൽ ഒത്തുകൂടുവാൻ, ഇത് ആഘോഷമാക്കുവാൻ ഒക്കെ തരുന്ന കൃപ. പക്ഷേ നീ ജനിച്ച അനുഭവത്തിലാണോ നിന്റെ ജീവിതം? പുതുക്കത്തിലാണോ നിന്റെ ജീവിതത്തിന്റെ ക്രമീകരണം എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. ഗീവർഗീയ സ്ഥിതി ബാവയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെയധികം അദ്ദേഹത്തെ ബഹുമാനിച്ച് ആദരിച്ചിരുന്ന കോട്ടയംകാരൻ ഒരാൾ, അദ്ദേഹത്തിന്റെ അറിവിൽ നിന്നുള്ള ഗീവർഗീസ് ദിദിയൻ ബാവ കല്ലാശ്ശേരി ബാവയെ സംബന്ധിച്ച് ഒരു ചെറുപുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഗീവർഗീസ് ദിദിയൻ ബാവയെ കാണുവാൻ കോട്ടയത്തുള്ള സാമ്പത്തികമായും ഒക്കെ മെച്ചമായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലുള്ള ഒരു യുവാവ് അന്നത്തെ കാലത്ത് കാണാൻ വന്നു. അവൻ കോളേജ് വിദ്യാഭ്യാസം BA കഴിഞ്ഞ ആളാണ്. അത് ബാവായിക്കറിയാമെന്ന് വന്ന യുവാവിനും അറിയാം.
ബാവയെ കണ്ടു, കൈമുത്തി ആദരവോടെ മാറുന്നു. ആ അവസരത്തിൽ ബാവാ തിരുമേനി, കല്ലാശ്ശേരി ബാവ, ഗീവർഗീസ് സിദിയൻ ബാവ ആ യുവാവിനോട് ചോദിച്ചു, നീ BA ആണോ? ഗൗരവമായ ശബ്ദത്തിൽ നീ BA ആണോ? അവൻ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. ഉത്തരം ബാവായിക്കറിയാമല്ലോ, ഞാൻ BA പൂർത്തീകരിച്ച് വിജയകരമായി പൂർത്തീകരിച്ച ആളാണെന്ന് ബാവയ്ക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചോദ്യം? ഇതിലെന്തോ വേറൊന്ന് അടങ്ങിയിട്ടുണ്ടെന്ന് അവൻ ആശങ്ക, അവൻ പരിഭ്രമിച്ചു. വീണ്ടും ചോദിച്ചു, നീ BA ആണോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലയോ? നീ BA ആണോ? അവൻ മൗനമായി നിന്നപ്പോ ബാബ തന്നെ ഉത്തരം പറഞ്ഞു, ആർ യു ബോൺ അഗെയിൻ? നീ വീണ്ടും ജനിച്ചവനാണോ എന്നാ ഞാൻ ചോദിച്ചത്. പുഴങ്ങി. നമ്മളോട് വിശ്വാസത്തിൽ വ്യത്യസ്തത പാലിക്കുന്ന പല കൊച്ചു കൊച്ചു സംഘങ്ങളുണ്ട്. അവിടെ പോയി വീണ്ടും സ്നാനം സ്വീകരിച്ച ഒരാൾ നമ്മളോട് ചോദിക്കും, നീ വീണ്ടും ജനിച്ചതാണോ? നീ വീണ്ടും ജനിച്ചതാണോ? കുഴങ്ങി. വീണ്ടും ജനിച്ചതാണ് എന്ന് പറയുവാനുള്ള ധൈര്യമുണ്ടാവണം. അതുമാത്രം പോരാ, ശിശുവായിരുന്ന സന്ദർഭത്തിൽ സ്നാനം സ്വീകരിച്ചത് അതിനെ സംബന്ധിച്ച് മാത്രമല്ല ഗീവർഗീസ് സിദിയൻ ബാവ ഈ മകനോട് ചോദിക്കുന്നത്. അവൻ ഓർത്തഡോക്സുകാരനാണ്, സ്നാനം സ്വീകരിച്ചതാണ് പൈതലായിരുന്ന സന്ദർഭത്തിൽ. പക്ഷെ ആ ബാവ തന്നെയാണ് വിശ്വാസം വളരെയധികം പരിപാലിക്കുന്ന ബാവ തന്നെ ചോദിക്കുകയാണ്, ആർ യു ബോൺ അഗെയിൻ? നീ വീണ്ടും ാണോ? ആ ചോദ്യം ശക്തമായി ആ യുവാവിന്റെ കാതുകളിൽ മുഴങ്ങുകയായി. പിന്നീട് അവന്റെ ഹൃദയത്തിൽ വല്ലാതെ അത് സ്വാധീനിക്കുകയായി എന്നും കൂടെ പറയുന്നു. പ്രിയമുള്ളവരെ, ഈ പിതാക്കന്മാർ ഒക്കെ നമ്മളോട് ചോദിക്കുകയാ, നീ വീണ്ടും ജനിച്ചവനാണെന്ന് അറിയാം, പക്ഷെ പറയാൻ നിനക്ക് ധൈര്യമില്ലാത്തത് വീണ്ടും ജനനത്തിന്റെ പുതുക്കത്തിൽ നിന്റെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ആശങ്ക വരുന്നോ എന്നാണ്. നിക്കോദെമോസിനോട് കർത്താവ് ചോദിക്കുന്നു, നീ വീണ്ടും ജനിച്ചവനാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് രണ്ടു തലമുണ്ട്. ഒന്ന്, അവൻ സ്നാനമേൽക്കേണ്ടതുണ്ട്. സ്നാനം ഇതുവരെ ഏറ്റിട്ടില്ല. രണ്ടാമത്, അവൻ വിശ്വാസത്തിൽ പരീക്ഷ പ്രമാണിയാണവൻ, പരീക്ഷനും പ്രമാണിയുമാണ്. പക്ഷേ അവന്റെ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുവാനുള്ള ധൈര്യം അവന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടാവുന്നില്ല. പരീക്ഷന്മാരുടെ ജീവിതത്തിന്റെ ക്രമം ഒരു പുറം ചട്ടയാണ്. അകമേയുള്ള രൂപാന്തരത്തിന് പുറമേയുള്ള ഈ മേനുമിനുക്കത്തിന് അനുസരണമായ പ്രാധാന്യം നൽകുന്നില്ല. അതുണ്ടായേ നിന്റെ ജീവിതത്തിൽ മതിയാവുകയുള്ളൂ. അതിന് വിശ്വസിച്ച് സ്നാനമേൽക്കണം, വെള്ളത്താലും ആത്മാവിലുമുള്ള പുതുക്കം നീ പ്രാപിക്കണം എന്ന് പ്രത്യേകമായി കർത്താവ് നിക്കോദെമോസിനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ 19-ാം അധ്യായം ഒടുവിലാകുമ്പോൾ
അരിമത്ഥ്യക്കാരൻ യൗസേപ്പ് യേശു ക്രിസ്തുവിന്റെ ശരീരം വാങ്ങി സംസ്കരിക്കാനായി ഒരുങ്ങുന്നു. അപ്പോൾ നിക്കോദിമോസ് കൂടെ കൂടി എവിടെ നിന്നോ അടുത്തു വന്നു. അവരെല്ലാം യേശുവിന്റെ മരണം വരെ എങ്ങനെയോ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അവൻ വില കൂടിയ പരിമള ദ്രവ്യം തയ്യാറാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ സംസ്കാരത്തിനായി അരിമത്ഥ്യയിലെ യോസേപ്പിനോടൊപ്പം കൂടുന്നതായി നാം അവിടെ കാണുന്നുണ്ട്. അങ്ങനെ നിക്കോദിമോസ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി അരിമത്ഥ്യയിലെ യോസേപ്പിനോട് ചേർന്ന് നിന്നവനായി എന്ന സുവിശേഷം സാക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, 3 നോമ്പ് ആരംഭിക്കുന്ന ഈ സന്ദർഭം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ ഇന്ന് നമ്മളുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുന്നുണ്ടോ? എല്ലാ ഏറ്റുപറച്ചിലുകളും കുംഭസാരങ്ങളും മാമോദീസായുടെ പുതുക്കമാണ്. മാമോദീസായിൽ നാം സ്വീകരിക്കുന്ന പ്രതിജ്ഞയുടെ പുതുക്കമാണ് ഓരോ കുംഭസാരവും. അതേ തുടർന്നുള്ള കുർബാനാനുഭവം അതിന്റെ പൂർണ്ണതയാണെങ്കിൽ ഈ 3 നോമ്പിൽ കർത്താവ് നിക്കോദിമോസിനോട് പറയുന്ന വാചകം ഇന്ന് നമുക്ക് പ്രസക്തമായി തീരും വിധം ദൈവത്തോട് നമ്മൾ അടുത്തു ചെല്ലേണ്ടതും അനുതാപവാക്യങ്ങളോടുകൂടെ അവന്റെ തിരുസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ച് എന്റെ പാപങ്ങളെ പൊറുക്കണം, പിഴവുകളെ പരിഹരിക്കണം എന്ന് നീ അപേക്ഷിക്കുന്നെങ്കിൽ നിന്റെ രോഗം കർത്താവ് സൗഖ്യമാക്കും. നിന്റെ ആന്തര രോഗം, നിന്റെ കുടുംബത്തിൽ നിനക്ക് സമാധാനം ലഭിക്കും. നീ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന അധ്വാനങ്ങളിൽ ദൈവം നിനക്ക് ഫലം നൽകും. ഈ ഒരു വലിയ അറിയിപ്പാണ് ഹോശയ്യായിലൂടെ ഇന്ന് കർത്താവ് യഹോവയായ ദൈവം തമ്പുരാൻ നമ്മളോട് പറയുന്നതും. അങ്ങനെ ഒരു അനുഗ്രഹം ശരിയായ അനുതാപത്തിലൂടെ നീ യഥാസ്ഥാനപ്പെടുമ്പോൾ ഈ 3 നോമ്പ് അങ്ങനെ നമ്മൾ ഫലപൂർണമാക്കി തീർക്കുമ്പോൾ അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും എന്ന് നമ്മളെ പ്രത്യേകം ഉപദേശിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ഈ 3 ദിവസത്തെ നോമ്പ് നമുക്ക് ഏവർക്കും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ സമർപ്പിക്കാം.